എന്ന ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എറർ അനാലിസിസ്. എറർ അനാലിസിസ് എന്നും എൻട്രൻസ് എക്സാമിനേഷന് ഒന്നല്ലെങ്കിൽ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതും വളരെ സിമ്പിളായവയാണ്. ആ എറർ അനാലിസിസ് പ്രോബ്ലം ചോദ്യം ചെയ്യാൻ ആവശ്യമായ കുറച്ച് തിയറി നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഫിസിക്സിലെ ലാബിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ചില മെഷർമെൻറ്റ്സ് പല പ്രാവശ്യം റിപ്പീറ്റ് 5 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയാണ്? ആ മെഷർമെൻറ്റ് വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഏതോ ഒരു ക്വാണ്ടിറ്റി n ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്തെടുത്തതിനെയാണ് ഇവിടെ A1 A2 എക്സെട്ര n ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? That is A mean is equal to A1 plus A2 plus etc. AN divided by എത്ര തവണയാണോ നമ്മൾ ഈ മെഷർമെൻറ്റ് റിപ്പീറ്റ് ചെയ്തത്, ദാറ്റ് ഈസ് n. ഇതായിരിക്കും നമ്മുടെ ആ മെഷർമെൻറ്റിൻ്റെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ ഈ A1 പറഞ്ഞ വാല്യൂ മെഷർ ചെയ്തപ്പോൾ നമുക്കുണ്ടായ എറർ അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, that is delta A1 is the error occurred while we are measuring A1. That is delta A1 is equal to the average value A mean minus A1. Okay, similarly delta AN is equal to A mean minus AN. Okay, ഈ ഡെൽറ്റ A1 എന്ന് പറയുന്നത് അല്ലെ A എന്ന് പറയുന്നത് ഈ എറർ നമുക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. കാരണം ഈ A1ൻ്റെ വാല്യൂ സംടൈംസ് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ A മീൻ അല്ലെങ്കിൽ സംടൈംസ് ഇറ്റ്സ് ലെസ് ദാൻ A മീൻ. അതായത് ആവറേജ് വാല്യൂവിൽ കൂടുതലാണ് A1 അല്ലെങ്കിൽ AN എങ്കിൽ അതിൻ്റെ എറർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നെഗറ്റീവ് വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. വി ആർ ടേക്കിംഗ് ഇറ്റ്സ് അബ്സല്യൂട്ട് വാല്യൂ. അപ്പോൾ ഈ എററിൻ്റെ ആവറേജ് എന്തായിരിക്കും? നമ്മൾ n മെഷർമെൻറ്റ്സിലുണ്ടാകുന്ന എറർ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ എററിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഡെൽറ്റ A മീൻ. ദി അബ്സല്യൂട്ട് എറർ ഡെൽറ്റ A mean is equal to delta A1 plus delta A2 plus etc. delta AN divided by n. ഇതായിരിക്കും നമ്മുടെ absolute error. This will be always positive. Okay. പക്ഷെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത് പ്രധാനമായിട്ടും ഈ അബ്സല്യൂട്ട് എറർ അല്ല, റിലേറ്റീവ് എറർ അല്ലെങ്കിൽ പെർസെൻറ്റേജ് എററാണ്. റിലേറ്റീവ് എറർ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ദി എറർ ആൻഡ് ദി ആക്ച്വൽ വാല്യൂ, ദാറ്റ് ഈസ് റിലേറ്റീവ് എറർ. Therefore relative error is delta A divided by n. And this percentage, next quantity is percentage error. That is percentage error is delta A divided by A into 100. This is percentage error and this is relative error. While we are doing problems, we are mostly we are finding relative error or the percentage error. ഇക്വേഷൻസിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. സപ്പോസ് അവർ ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം എഫ് ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് ഓർ മൈനസ് വൈ. ദെൻ ദി എറർ ഒക്കേർഡ് ഇൻ മെഷറിംഗ് ഫങ്ഷൻ എഫ് ഡെൽറ്റ എഫ് ഇസ് ഇക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ. നമ്മൾ ആഡ് ചെയ്യുകയാണോ സബ്ട്രാക്റ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത് എന്നത് പ്രശ്നമല്ല. എറർ എപ്പോഴും ആഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ്, ഇഫ് എഫ് ഈസ് ഓഫ് ദി ഫോം എക്സ് വൈ ഓർ എക്സ് ഡിവൈഡഡ് ബൈ വൈ, മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ, ദെൻ ദി റിലേറ്റീവ് എറർ ഡെൽറ്റ എഫ് ബൈ എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് plus delta y divided by y.
ഓക്കെ, ഇനി മൂന്നാമത്തതായിട്ട് if a function f is equal to x y divided by z, x raised to l, y raised to m and z raised to n. If our function is of this form, then the relative error delta f divided by f is equal to L into delta x by x plus m into delta y divided by y plus n into delta z divided by z. ഇതാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മൾ യൂസ് ചെയ്യുന്ന 3 ടൈപ്പ് ഇക്വേഷൻസ്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇത് 2015 ചോദിച്ചൊരു ചോദ്യമാണ്. A force F is applied onto a square plate of side L. If the percentage error in determining L is 2% and that in F is 4%, the permissible percentage error in determining the pressure is option A 2%, B 4%, C 6%, D 8% and E 1%. Okay. On a square plate of length L and a force F is applied on it, and the percentage error that is delta F by F into 100, that is the percentage error, that is given as 4%, and delta error in finding L, that is delta L divided by L into 100 is equal to, that is 2%. And what we have to find the percentage error of P. Okay, and what is the relation connecting F, L and P? That is pressure P is force per unit area of the plate, that is equal to F divided by L square, and that is this is of the form x raised to L divided by z raised to N. Okay, therefore the error delta P divided by P is equal to delta F divided by F plus, that is L is here 0, F raised to F raised not 1, F raised to 1, therefore 1 into delta x by x, instead of that 1 into delta F by F divided by L square. L has a power of 2, here z raised to N, N has a power of, N is here 2, therefore N into del z by z, therefore it is 2 into delta L divided by L. Okay, both sides we have to, if we multiplied with 100, that is the percentage error. Both sides this there is 100, therefore no need to write this, but it's okay. Therefore it is equal to delta F by F into 100, that is what is, that is 4, and 2 into percentage error of length, that is 2, therefore it is 4 plus 4, 8%, and this is our option D. അടുത്ത ചോദ്യം, in a simple pendulum experiment, the maximum percentage error in the measurement of the length is 2% and that in the observation of the time period is 3%, then the maximum percentage error in the determination of the acceleration due to gravity g is. Okay, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് ഈസ് നമുക്ക് തന്നിട്ടുള്ളത് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്തിലുള്ള പെർസെൻറ്റേജ് എറർ, ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ഇൻറ്റു എൽ ബൈ 100, ദാറ്റ് ഈസ് ഗിവൺ ആസ് 2%. അതുപോലെ അതിൻ്റെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള പെർസെൻറ്റേജ് എറർ ഈസ് ഗിവൺ ആസ് ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 3%. ദാറ്റ് ഈസ് റൈറ്റ്. യാ, ആൻഡ് നമുക്ക് എന്താണ് കാണേണ്ടത്? ദറ്റ് ഈസ് ഡെൽറ്റ ജി by g into 100, that is percentage error
in the determination of the acceleration due to gravity, g ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് t is equal to 2 pi a root of L by g. Okay, therefore t square is equal to 4 pi square L by g, or we can write g is equal to 4 pi square L by t square. എറർ അനാലിസിസ് ചെയ്യുമ്പം കോൺസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. Therefore we can simply take g is equal to L by t square. That is also of the form f is equal to x by z raised to n. Therefore we can find the error as delta g by g is equal to delta L by L plus 2 into delta t by t, and delta g by g is equal to delta L by L is 2% plus 2 into delta t by t. What is that? That is 3%. Therefore 3 and 6 plus 2, that is 8%. That is our option D. അടുത്തത് 2013 ചോദിച്ചൊരു ചോദ്യമാണ്. The percentage error in measuring M, L and T are 1%, 1.5% and 3% respectively. Then the percentage error in measuring the physical quantity with the dimensions M L raised to -1 T raised to -1 is option A 1%, B 3.5%, C 3%, D 4.5%, E 5.5%. We have to find the error in measuring the dimension M L raised to -1 T raised to -1. Okay, and the percentage error in measuring M is given and L is also given and T is also given. Okay, we can see M L raised to -1 T raised to -1 is equal to, we can write it as M L T. Okay, this is of the form what? X, Y, Z with the L, M and N equal to 1. Therefore, we can find its percentage error as percentage error delta M by M into 100 plus delta L by L into 100 plus delta T by T into 100. Okay, that is equal to 1 plus 1.5 plus 3, that is equal to 5.5%. That is option E. അടുത്ത ചോദ്യം, if the time period of oscillation of a pendulum is measured as 2.5 seconds using a stopwatch with the least count half second, then the permissible error in the measurement is option A 10%, B 30%, C 15%, D 25% and D 20%. ഈ ചോദ്യത്തിൽ നമ്മളോട് പെർസെൻറ്റേജ് എറർ ഇൻ ദി മെഷർമെൻറ്റ് ഓഫ് ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് T is equal to 2.5 seconds. That is measured using a stopwatch. അതിൻ്റെ ടൈം പീരീഡ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സ്റ്റോപ്പ് വാച്ചിൻ്റെ ലീസ്റ്റ് കൗണ്ട്
That is, least count is given as 0.5 second. അതായത് ഒരു പ്രോബ്ലത്തിൽ ലീസ്റ്റ് കൗണ്ട്, ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ടും ആ ഇൻസ്ട്രുമെൻറ്റിന് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി, ദറ്റ് ഈസ് ദി ടൈം പീരീഡ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ആ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഒക്കർ ചെയ്യാവുന്ന മാക്സിമം എററാണ്. അതായത് 0.5 സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ആക്യുറേറ്റ്, ദി മിനിമം ക്വാണ്ടിറ്റി ദറ്റ് ക്യാൻ ബി മെഷേർഡ് വെരി ആക്യുറേറ്റ്ലി. അപ്പോൾ മാക്സിമം എറർ ഈ ടൈം പീരീഡ് മെഷർ ചെയ്യുമ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റിൽ ഉണ്ടാകാവുന്ന മാക്സിമം എറർ എന്ന് പറയുന്നത് 0.5 സെക്കൻഡ് ആയിരിക്കും. Therefore, the error in measuring time period, that is equal to 0.5 seconds. Okay. Then നമ്മളോട് എന്താ പെർമിസിബിൾ maximum, what is the question? Then the permissible error in the instrument, permissible error in the measurement, and options are given in percentage. Therefore, they are asked us to calculate the percentage error. What is the equation for percentage error? That is delta t divided by t into 100. Okay, that is equal to delta t is 0.5 divided by 2.5 into 100. Okay, that is equal to 0.5 2.5. It's 1 times, here 0.5 5 times. Therefore, 100 divided by 5, that is equal to 20%. This is our percentage error and it is option E. അടുത്ത ചോദ്യം, the pitch and the number of circular scale divisions in a screw gauge with the least count 0.02 mm are respectively option A 1 mm and 100, B 0.5 mm and 50, C 1 mm and 50, and D 0.5 mm and 100, and option E 1 mm and 200. ഈ ചോദ്യത്തിൽ സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.02 മില്ലിമീറ്റർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ സ്ക്രൂ ഗേജിൻ്റെ പിച്ചും നമ്പർ ഓഫ് സർക്കുലർ ഡിവിഷൻസും കാൽക്കുലേറ്റ് ചെയ്യാണ്. ഒരു സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡഡ് ബൈ number of circular divisions. Number of circular divisions. Okay, നമുക്ക് ഓപ്ഷനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഓപ്ഷനിൽ പിച്ച് സർക്കുലർ ഡിവിഷൻസ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ലീസ്റ്റ് കൗണ്ട് നമുക്കറിയാം. പിച്ച് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സർക്കുലർ ഡിവിഷൻസും തന്നിട്ടുണ്ട്. ഈ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ പിച്ച് ഇസ് ഈക്വൽ ടു LC ഇൻറ്റു നമ്പർ ഓഫ് സർക്കുലർ ഡിവിഷൻസ്. ഓക്കെ, LC നമുക്ക് എത്രയാണെന്നറിയാം, 0.02. പിന്നെ നമ്പർ ഓഫ് സർക്കുലർ ഡിവിഷൻസ് ഓപ്ഷനിൽ തന്നിരിക്കുന്ന സർക്കുലർ ഡിവിഷൻസ് ഏതൊക്കെയാണ്? 100 ഉണ്ട്, 50 ഉണ്ട്, 200 ഉണ്ട്. ഓക്കെ, ഈ മൂന്നെണ്ണം ട്രൈ ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന്. ദിസ് ഈസ് ദി സിംപ്ലസ്റ്റ് മെത്തേഡ്. Therefore, it's a whole numbers. Okay, therefore 0.02 into 100, what is its answer? That is equal to 2 mm. അപ്പം 2 mm ആൻഡ് 100 ഡിവിഷൻസ്, അങ്ങനെ ഒരു ഓപ്ഷൻസ് ഇല്ല. ഓക്കെ, രണ്ടാമത്തത് 0.02 ഇൻറ്റു 50 is equal to how much? That is equal to 0.2 into 5, that is 1 mm. 1 mm and 50, 1 mm and 50, that is option C.
Option C is 1 mm and 50. That means the pitch of the screw gauge is 1 millimeter and number of divisions on the screw gauge is 50. Therefore, our option is C. അടുത്ത ചോദ്യം, the length is measured using a vernier system whose main scale is 30 centimeter long with 600 divisions. If 19 divisions of the main scale coincide with 20 divisions of the vernier scale, then its least count is 5 options are given. ഈ ചോദ്യത്തിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ഒരു വെർനിയർ സിസ്റ്റം ഉണ്ട്. അതിൻ്റെ മെയിൻ സ്കെയിൽ that is 30 centimeter long. And ഈ 30 സെൻറ്റിമീറ്ററിൽ 600 ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, എങ്കിൽ ഒരു ഡിവിഷൻ്റെ ലെങ്ത് എത്രയാണ്? ദാറ്റ്സ് വി ക്യാൻ കാൽക്കുലേറ്റ് 30 ഡിവൈഡഡ് ബൈ 600. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/20 centimeter. That is 1 division. ഇനി എന്താണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്? If 19 divisions of the main scale coincide with 20 divisions of the vernier scale, അതായത് then we have to calculate the least count. The 19 divisions of the main scale, this is a main scale, okay, it has 19 divisions. And 19 divisions of the main scale coincide with the 20 divisions of the vernier scale. This has 20 divisions and that coincide with the 20 divisions of the vernier scale. ഇത് നമ്മുടെ വെർനിയർ സ്കെയിലാണ്, ഇത് മെയിൻ സ്കെയിലാണ്. 19 divisions coincide with the 20 division means these two lengths are equal. Okay, therefore this is the one main scale division and this is one vernier scale division. Okay, and what is least count? നമുക്ക് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷനും ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷനും അറിയാമെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ദറ്റ് ഈസ് 1 MSD മൈനസ് 1 VSD. അതായത് എന്താണ്? ഇത് 1 MSDയും ഇത് 1 VSDയും ആണെങ്കിൽ ഈ ലെങ്ത് ഇതായിരിക്കും നമ്മുടെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് 1 MSD മൈനസ് 1 VSD. ഓക്കെ, എങ്ങനെയാണ് ഈ ഇതിനകത്ത് 19 ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ലെങ്തും സെയിം ആണ്. നമുക്ക് ഒരു ഡിവിഷൻ വെർനിയർ മെയിൻ സ്കെയിലിലെ ഒരു ഡിവിഷനെ നമുക്ക് എ എന്നും വെർനിയർ സ്കെയിലിലെ ഒരു ഡിവിഷനെ നമുക്ക് ബി എന്നും വിളിക്കാം. എങ്കിൽ ലീസ്റ്റ് കൗണ്ട് എത്രയായിരിക്കും? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഈ സ്മോൾ ക്വാണ്ടിറ്റിയാണ്. ദറ്റ് ഈസ് എ മൈനസ് ബി. ദറ്റ് ഈസ് എ ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. ഓക്കെ, എ മൈനസ് ബി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദറ്റ് ഈസ് 19A, അതായത് 19 ടൈംസ് എ ഈസ് ഈക്വൽ ടു 20 ടൈംസ് ബി. ദാറ്റ്സ് റൈറ്റ്. Therefore b is equal to 19A divided by 20. Therefore we can write a minus b is 19A divided by 20. That is equal to 1 minus 19 by 20 into a. That is equal to, that we can write 21 as 20 by 20 minus 19 by 20. That is equal to 20 minus 19 whole divided by 20. That is 1 by 20 a. Okay, that is our least count. And what is a? എ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്താ? മെയിൻ സ്കെയിലിൻ്റെ ഡിവിഷനിലെ ഒരു ഡിവിഷൻ, മെയിൻ സ്കെയിലിൻ്റെ ഒരു ഡിവിഷനാണ് എ എന്ന് പറയുന്നത്. മെയിൻ സ്കെയിലിലെ ഒരു ഡിവിഷൻ്റെ ലെങ്ത് എത്രയാണ്? ദാറ്റ് ഈസ് 1/20 centimeter. Therefore a is 1/20. For we can write 1/20 into 1/20 centimeter is the least count. Okay, how we can simplify this 1/20 into 1/20? Simply we can write
1 by 20 is here denominator 2 zeros. So we can give simply 3 zeros here. Okay. And into 10 raised to minus 3. ഇവിടെ 3 പൂജ്യം ഇട്ടു, അത് നമ്മൾ അതേപടി ഡിക്രീസ് ചെയ്തു, ദറ്റ് ഈസ് 10 raised to minus 3. Then is 1 itself divided by 20 into 20. 2 0 0 cancel. Then 10 by, then it's equal to 10 by 4 into 10 raised to minus 3. 10 divided by 4, that is by 2 is 5, 4 is 2.5. 2.5 into 10 raised to minus 3 and 2.5 into 10 raised to minus 3 പോയിൻറ്റ് 3 പ്രാവശ്യം എന്ത് 3 തവണ നമ്മൾ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ദെൻ ഒരു തവണയാകുമ്പോൾ 0.2, 2 തവണയാകുമ്പോൾ 0.02, 3 തവണയാകുമ്പോൾ 0.0025. Therefore 0.0025 centimeter is our answer. Okay. Therefore the answer is 0.0025 centimeter. And we will go to the, in the options, and how we can convert it to millimeter. In the options there are centimeters and millimeter, and in centimeter this option is not there. Therefore we can convert this to millimeter. That is what? 0.025 millimeter. സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് മാറ്റാൻ ഒരു പോയിൻ്റ് കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ. ദെർഫോർ ഒരു പോയിൻ്റ് നമ്മൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ദെൻ ഇറ്റ്സ് ഗോസ് ടു millimeter. Therefore our answer is 0.025 millimeter. That is option D. Option D is 0.025 millimeter. ഓക്കെ. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഇവിടെ തന്നിട്ടില്ലേ 19 ഡിവിഷൻ അല്ലെങ്കിൽ 20 ഡിവിഷൻ എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് 19 ഡിവിഷൻസ് കോയിൻസൈഡ് വിത്ത് ദി 20 ഡിവിഷൻസ് ഓഫ് ദി മെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ വരുന്ന കേസിൽ, അതായത് മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലും ഡിവിഷൻസും തമ്മിൽ ഒരു ഡിഫറൻസ് ആണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ഈ പ്രോബ്ലത്തെ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. അതായത് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പം ഒരു ലീസ്റ്റ് കൗണ്ട് കണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 MSD divided by number of divisions on the vernier scale. Okay, number of divisions on the vernier scale. ഇവിടെ 1 MSD നമുക്ക് ഓൾറെഡി അറിയാം. നമ്പർ ഓഫ് ഡിവിഷൻസ് ഓഫ് ദി വെർനിയർ സ്കെയിൽ 20 ഡിവിഷൻസ് തന്നെയായിരിക്കും ഏത് കേസിൽ? ഈ MSDയും VSDയും കോയിൻസൈഡ് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് ഒന്നാണെങ്കിൽ, അതായത് 19 ഡിവിഷൻസ് ആണ് ഇവിടെ 20 ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ 4 ഡിവിഷൻസ് കോയിൻസൈഡ് വിത്ത് ദി 5 ഡിവിഷൻസ് ഓഫ് ദി വെർനിയർ സ്കെയിൽ. അല്ലെങ്കിൽ 80 ഡിവിഷൻസ് ഓഫ് ദി മെയിൻ സ്കെയിൽ കോയിൻസൈഡ് വിത്ത് ദി 19 ഡിവിഷൻസ് ഓഫ് ദി വെർനിയർ സ്കെയിൽ. അങ്ങനെ വരുന്ന കേസസിൽ നമുക്ക് ഈ 20 ഡിവിഷൻസ് തന്നിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദി വെർനിയർ സ്കെയിൽ തന്നെയായിരിക്കും. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് 1 MSD അറിയാമെങ്കിൽ LC ഇങ്ങനെയും കണ്ടുപിടിക്കാം. അതായത് ഈ പ്രോബ്ലത്തിൽ നമുക്ക് LC ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് LC is equal to 1/20 divided by total number of divisions on the vernier scale, that is 20. Okay, that is equal to 1/20 into 20, the same as our answer. But ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇവിടെ 18 ഡിവിഷൻസ് കോയിൻസൈഡ് വിത്ത് ദി 20 ഡിവിഷൻസ്, ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ രീതി തന്നെ ഫോളോ ചെയ്യണം. ഈ രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദി കറക്റ്റ് ആൻസർ. ബട്ട് അടുത്തടുത്ത നമ്പേഴ്സാണ്, അതായത് 19 അല്ലെങ്കിൽ 20, അല്ലെ 21 അല്ലെങ്കിൽ 22, അങ്ങനെ അടുത്തടുത്തുള്ള ഡിവിഷൻസ് തമ്മിൽ അടുത്തടുത്തുള്ള നമ്പേഴ്സാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ ഓൾസോ. അല്ലാത്ത കേസസിലെല്ലാം ഈ ഫോർമുല, ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. ഓക്കെ. അടുത്ത ചോദ്യം 2017 തന്നെയാണ്. ഇൻ എ മെഷർമെൻറ്റ് റാൻഡം എറർ ഓപ്ഷൻ എ can be decreased by increasing the number of readings and averaging them. B can be decreased by changing the person who takes the reading and can be decreased by using a new instrument.
and can be decreased by using a different method in taking the reading and cannot be decreased. റാൻഡം എറർ എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അതിൻ്റെ 5 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഈ ഓപ്ഷൻസ് തരുമ്പോൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ട്. എങ്കിൽ പോലും റാൻഡം എറർ എന്താണ്? ദറ്റ് ഈസ് ഒക്കറിങ് ഇറഗുലർലി. ഒരു പ്രത്യേകമായ ഒരു ഓർഡറിലല്ല അത് ഒക്കർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൺ റിപ്പീറ്റേഷൻ വി ആർ ഗെറ്റിംഗ് ഡിഫറെൻറ്റ് വാല്യൂസ്. അത്തരത്തിലുള്ള മെഷേഴ്സിനെയാണ് റാൻഡം എറർ. അല്ലെങ്കിൽ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ കൊണ്ട് ചെറിയ ചെറിയ വാല്യൂസിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നു. അത്തരത്തിലുള്ള മെഷർമെൻറ്റ്സിനെയാണ് നമ്മൾ റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻസിനെ നമ്മൾ റാൻഡം എറർ എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്താ? നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നവരാണ്, നമുക്കറിയാം. ഒരു റീഡിങ് തന്നെ നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ആ റീഡിങ്ങിൻ്റെ ആവറേജ് എടുക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് റൈറ്റ്. Therefore, for decreasing the random error, it can be decreased by increasing the number of measurements and averaging them. Therefore, the option is A.